എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. മൈക്രോഗ്രീൻസ് ഉൾപ്പെടുത്തിയുള്ള ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. മൈക്രോഗ്രീൻസ് കൊണ്ട് ചെയ്യാവുന്ന പലതരം റെസിപ്പികൾ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചാനൽ പ്ലേലിസ്റ്റിൽ നിന്ന് കാണാവുന്നതാണ്. മൈക്രോഗ്രീൻസിനെ പറ്റി അറിയാത്തവർ കുറവാണ്. എങ്കിലും ഇതുവരെ കേട്ടിട്ടില്ലാത്തവർക്ക് മൈക്രോഗ്രീൻസ് എന്താണെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും അത് വീടിനുള്ളിൽ വെച്ച് എങ്ങനെ വളർത്തിയെടുക്കാമെന്നൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്ന വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. മൈക്രോഗ്രീൻസ് ഓംലെറ്റ് തയ്യാറാക്കാനായി ഒരു ബൗളിലേക്ക് 2 മുട്ടയാണ് എടുക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം, 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, 1 ടേബിൾ സ്പൂൺ സവോള ചെറുതായി കൊത്തിയരിഞ്ഞത്, 1 ടീസ്പൂൺ തക്കാളി ചെറുതായി അരിഞ്ഞത്, 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇവയെല്ലാം ചേർക്കാം. ഇനി ഇതിലേക്ക് മൈക്രോഗ്രീൻസ് ഇടാം. ഞാനിവിടെ ചെറുപയറിൻ്റെ മൈക്രോഗ്രീൻസ് ആണ് ഇടുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള ആവശ്യമനുസരിച്ച് മൈക്രോഗ്രീൻസ് നമുക്ക് മുറിച്ചെടുക്കാം. ഇത് ഞാൻ കിച്ചണിൽ വെച്ച് ടിഷ്യൂ പേപ്പറിൽ വളർത്തിയ മൈക്രോഗ്രീൻസ് ആണ്. അപ്പോൾ ഈ മൈക്രോഗ്രീൻസ് ടിഷ്യൂ പേപ്പറിൽ വെച്ച് എങ്ങനെ വളർത്തിയെന്ന് അറിയാൻ താല്പര്യമുള്ളവർ മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ഈ മുറിച്ചെടുത്ത ഇലകൾ ജസ്റ്റ് ഒന്ന് കഴുകി ഒരു കത്രിക ഉപയോഗിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ചേർക്കാം. സാധാ ഇലക്കറികളേക്കാൾ പോഷക സമ്പുഷ്ടമാണ് ഈ മൈക്രോഗ്രീൻസ്. അതുകൊണ്ട് നമ്മുടെ ദിവസേന ഉള്ള ഭക്ഷണക്രമത്തിൽ ഈ മൈക്രോഗ്രീൻസ് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇനി ഇതൊരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൽ ചേർത്ത കുരുമുളക് പൊടി, പച്ചമുളക് ഇവയുടെയൊക്കെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഇനി ഓംലെറ്റ് റെഡിയാക്കാനായി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് അടിച്ചു പതപ്പിച്ച മുട്ടയുടെ മിക്സ് ഒഴിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം ചേർത്തിരിക്കുന്നത് മുട്ട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനാണ്. ഇനി ഇത് ആദ്യം ഒരു 10 സെക്കൻഡ് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്കാക്കി മൂടി വെച്ച് വേവിക്കാം. ഈ രീതിയിൽ വേവിച്ചാൽ ഓംലെറ്റ് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതിലിപ്പോൾ നമ്മൾ തേങ്ങയും സവോളയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് അതുകൂടി ഒന്ന് വേവായി വരണം. ഇതിപ്പോൾ ഒരു വശം വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. ഇത് മുഴുവനായിട്ട് മറിക്കാം, അതല്ലെങ്കിൽ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മറിക്കാം. ഇതിനെ വീണ്ടും മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിക്കാം. ഇതിപ്പോൾ 2 വശം വേവായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മൈക്രോഗ്രീൻസ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ മൈക്രോഗ്രീൻസ് ഒക്കെ വീട്ടിൽ വളർത്തി ഇതുപോലെ മൈക്രോഗ്രീൻസ് ഓംലെറ്റ് ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അഥവാ മൈക്രോഗ്രീൻസ് ചേർത്തില്ലെങ്കിൽ പോലും ഓംലെറ്റ് ഈ രീതിയിൽ തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നിങ്ങൾ മുട്ട പൊരിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി ഉടൻ കാണാം. ബൈ, ടേക്ക് കെയർ.